നമസ്കാരം. കുവൈറ്റിലെ വാർത്തകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന വേദിയായ കുവൈറ്റ് ജനം ആരംഭിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിശാസ്വപ്നങ്ങൾ പലപ്പോഴും പ്രകാശമേറിയ യാഥാർത്ഥ്യങ്ങളാകുന്നു. കുവൈറ്റിലൊരു ബാങ്ക് ജീവനക്കാരനായി പ്രവാസ ജീവിതം ആരംഭിച്ച രാമചന്ദ്ര മേനോൻ പിന്നീട് വിദ്യാലയങ്ങൾ സ്ഥാപിച്ച് ഗൾഫ് മേഖലയിലെ വിദ്യാഭ്യാസ രംഗത്തെ മുഖ്യ ശക്തിയായി മാറുന്നു. 5 പതിറ്റാണ്ടുകൾ പിന്നിടുന്ന പ്രവാസ ജീവിതയാത്രയിൽ കുവൈറ്റിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമായി ഇന്ത്യയുടെ മൂല്യബോധമടങ്ങിയ വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്ക് വഹിക്കുന്നു. രാമചന്ദ്ര മേനോൻ ഇന്ന് ഗൾഫ് മേഖലയിലെ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗത്തെ ഒരു ശക്തിപൂർണമായ ശബ്ദം. ജീവിതം ഒരു ദൗത്യമായി കാണുന്നവർക്ക് പ്രവാസം വെറും തൊഴിൽ വേട്ടയല്ല, അത് മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനുള്ള ഒരു അവസരമാണ്. രാമചന്ദ്ര മേനോൻ തെളിയിക്കുന്നത് അതാണ്. വ്യക്തിഗത സൗകര്യങ്ങൾക്കപ്പുറം സമൂഹത്തിനായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിയുടെ യാത്ര ചരിത്രമായി മാറുന്നത്. ഭാരതീയ വിദ്യാഭവൻ സ്കൂളുകളിലൂടെ ഇന്ത്യൻ മൂല്യബോധവും വിദ്യാഭ്യാസത്തിൻ്റെ അസ്തിത്വ സത്തയും ഗൾഫ് മേഖലയിലേക്ക് കൊണ്ടുവന്ന അദ്ദേഹത്തിൻ്റെ 50 വർഷത്തെ സേവനയാത്ര ഇന്നും നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് ആത്മവിശ്വാസവും ഭാവിയിലേക്കുള്ള ദിശയും നൽകുന്നു. മാറ്റത്തിൻ്റെ അഗ്രഭാഗത്തു നിന്നുകൊണ്ട് നിസ്വാർത്ഥമായ ശുശ്രൂഷയിലൂടെ സമൂഹത്തെ രൂപപ്പെടുത്തുന്ന ഒരാളുടെ മാതൃകാസ്പദമായ കഥയാണിത്. വിദ്യാഭ്യാസത്തിൻ്റെ കാതിരിയായ ഒരു പ്രവാസിയുടെ പ്രതിബദ്ധതയുടെ കഥ. നീണ്ടകാലത്തെ കുവൈറ്റിലെ ബാങ്കിംഗ് മേഖലയിലെ ജീവിതത്തിൽ നിന്നും വഴിമാറി 2006 രാമചന്ദ്ര മേനോൻ ഭാരതീയ വിദ്യാഭവൻ സ്ഥാപിക്കുന്നത്. ഭാരതീയ മൂല്യങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള ഗൾഫ് മേഖലയിലെ തന്നെ ആദ്യത്തെ ഡേ ബോർഡിംഗ് സ്കൂളായിരുന്നു ഭാരതീയ വിദ്യാഭവൻ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സ്കൂൾ. ആദ്യത്തെ ഡേ ബോർഡിംഗ് സ്കൂളായിരുന്നു നമ്മുടെ. 7 മണി മുതൽ 3:30 മണി വരെയും കുട്ടികൾ സ്കൂളിലുണ്ടാവും. മിനിമം ബുക്സ് മാത്രമേ കുട്ടികൾ വീട്ടിൽ കൊണ്ടുപോകുള്ളൂ. മാക്സിമം 2 ബുക്ക് അല്ലെങ്കിൽ 3 ബുക്ക്. വെയ്റ്റ്ലെസ് ബാഗ്, മാക്സിമം ½ കിലോ കൂടുതൽ ബാഗ് ഉണ്ടാകാൻ പാടില്ല. അത് സ്കൂളിൻ്റെ റൂളായിരുന്നു. അന്ന് ഈ നമ്മൾ പുതിയ കൺസെപ്റ്റ് വച്ചപ്പോൾ തന്നെ ഒരു പ്രതിസന്ധി ഉണ്ടായില്ല. ഓൾ പാരൻസ് അക്സെപ്റ്റഡ് അവർ കൺസെപ്റ്റ് വെരി വെൽ. നമുക്ക് ഒരാളെ പോലും കൺവിൻസ് ചെയ്യേണ്ടി വന്നില്ല. കാരണം നമ്മൾ പറയുന്നത് 3:30 മണി വരെയും കുട്ടികൾ സ്കൂളിലിരിക്കും. ഞങ്ങളുടെ ഹോംവർക്ക്, ഞങ്ങളുടെ ട്യൂഷൻ്റെ പ്രോഗ്രാംസ് എല്ലാം സ്കൂളിൽ കവർ ചെയ്യും. അതുമാത്രമല്ല, ഇപ്പോൾ കുട്ടികൾ 1:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മിനിമം ഒരു 2 മണിക്കൂർ ബസ്സിലിരുന്നാലേ വീട്ടിലെത്തുള്ളൂ. എല്ലായിടത്തും ട്രാഫിക് ജാമായിരിക്കും. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് കുട്ടികളെ ബസ്സിലിരുത്തി വീട്ടിൽ 2 മണിക്കൂർ ഇരുന്നാലും ഭേദം 2 മണിക്കൂർ സ്കൂളിൽ എക്സ്ട്രാ ഇരുത്തി അവരുടെ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് സുഖമായിട്ട് വീട്ടിലെത്തിയ പിന്നെ ദേ ക്യാൻ ഡു മെനി അതർ ആക്ടിവിറ്റീസ്. ഭാരതീയ സംസ്കാരവും മൂല്യങ്ങളും മാർഗനിർദ്ദേശങ്ങളും അച്ചടക്കവും അതുതന്നെയാണ് ഭവൻസ് ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ കാലത്തിൻ്റെ വെല്ലുവിളികളും കുട്ടികളിൽ കാണുന്ന തെറ്റായ പ്രവണതകൾക്കും തുടക്കത്തിൽ കണ്ടെത്തി പറഞ്ഞ് മനസ്സിലാക്കി ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ഭവൻസ് കഴിവുള്ള സ്ഥാപനമാണെന്നതിൽ അഭിമാനിക്കുന്നതായി രാമചന്ദ്ര മേനോൻ പറഞ്ഞു. ഭവൻസ് എന്ന് പറയുന്നത് നമ്മളിവിടെ ആദ്യം കൊണ്ടുവരുന്ന ഇന്ത്യൻ കൾച്ചർ, ഇന്ത്യൻ ട്രഡീഷൻസ്, ഇന്ത്യൻ വാല്യൂസ് അത് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അത് ആദ്യകാലങ്ങളിൽ നമ്മൾ നല്ലവണ്ണം വളരെ സക്സസ്ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്. അന്നത്തെ കുട്ടികൾ വളരെ ഈസി. 2006, 7, 8, 9, 10, 11, 12 വരെയുള്ള കുട്ടികൾ വി കുഡ് ഈസിലി കൺട്രോൾ ദം. ഇപ്പോഴത്തെ കുട്ടികൾ അതല്ല. ദേ ആർ ഓപ്പൺ ടു ദ വേൾഡ് മച്ച് മോർ ദാൻ മേ ബി ആഫ്റ്റർ കോവിഡ്. അവർക്ക് മോർ എക്സ്പോഷർ വന്നു. അപ്പോൾ കുട്ടികൾക്ക് അവർക്ക് പോലും എനിക്കൊരു വാല്യൂ വേണം, ഞാൻ പുറത്തിറങ്ങിയാൽ ഐ ഷുഡ് ബി സംബഡി ഡിഫറെൻ്റ് എന്നുള്ളത്, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഇൻ എ ബെറ്റർ വേ എന്നുള്ളത് കുട്ടികൾക്ക് തോന്നലില്ല. ഐ ഷുഡ് ബി സംബഡി ഡിഫറെൻറ്റ് ഇൻ എ ഡിഫറെൻറ്റ് വേ. അതിനാണ് ഇപ്പോൾ പിള്ളേരിപ്പോൾ
6ാം ക്ലാസ് മുതൽ വേപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യണു. അപ്പോൾ അങ്ങനെയുള്ള പല ഇഷ്യൂസും ഇപ്പോഴത്തെ കുട്ടികൾക്കുണ്ട്. എന്നാലും നമ്മൾ സ്കൂളിൽ സംബന്ധിച്ചോ നമ്മൾ കേസുകളെല്ലാം നമ്മൾ അവിടെ വെച്ച് തന്നെ പിടിച്ച് അവിടെ വെച്ച് തന്നെ കൺട്രോൾ ചെയ്ത് ആൻഡ് വി ആർ സ്റ്റോപ്പിംഗ് ഇറ്റ് വെർ എവർ വി ക്യാൻ. അതിപ്പോഴും നടക്കുന്നത് ഓൺലി സ്കൂൾ ഇൻ കുവൈറ്റ് ഓർ എൽസ്വെയർ ഈസ് ഓൺലി ഭവൻസ്. ഒറ്റ രാജ്യത്തു നിന്നുള്ളവരല്ല ഭവൻ സ്കൂളുകളിലേക്ക് പഠനത്തിനായി എത്തുന്നവർ. വിവിധ രാജ്യങ്ങളിലെ പല സംസ്കാര പരിധികളിൽ നിന്നുള്ള കുട്ടികൾ ഇവിടെ ഒന്നിക്കുന്നു. എന്നാൽ എല്ലാവർക്കും ഒരേ ആഗ്രഹം: ഇന്ത്യയുടെ മൂല്യങ്ങളിലൂന്നിയ വിദ്യാഭ്യാസവും ശാസനാപരവും ആത്മസംയമനപരവുമായ ജീവിത പാഠങ്ങളും. അതിനാലാണ് അവർ ഭവൻസിനെ തിരഞ്ഞെടുക്കുന്നത്. നമുക്ക് പാകിസ്ഥാനീസ് ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, ശ്രീലങ്കൻസ് ഉണ്ട്. ഇതാണ് മെയിൻലി നമ്മുടെ ഇതായിട്ടുള്ള സ്റ്റുഡൻറ്റ് പോപ്പുലേഷൻ്റെ ഒരു മിക്സ് എന്ന് പറയുന്നത്. എല്ലാവരും ഇവിടെ വരുന്നില്ല, അവർക്ക് അവരുടേതായിട്ട് സ്കൂളുണ്ട്. ഇവിടെ വരുന്നത് സെലക്റ്റീവ് പാരൻസാണ്. ആ സെലക്റ്റീവ് പാരൻസ് ഹു വാണ്ട് എ ബെറ്റർ എഡ്യൂക്കേഷൻ ആൻഡ് ഹു വാണ്ട് എ ബെറ്റർ ഡിസിപ്ലിൻ, അങ്ങനത്തെ കുട്ടികളൊക്കെ വരുന്നത്. ശ്രീലങ്കൻസ് ആയാലും പാകിസ്ഥാനീസ് ആയാലും മറ്റേ ബംഗ്ലാദേശീസ് ആയാലും അവർ പറയുന്നത് വി നീഡ് ഇന്ത്യൻ വാല്യൂസ്. അത് മാത്രമല്ല ഇപ്പോഴുള്ള പാരൻസ്, ഇപ്പോൾ പാകിസ്ഥാനിയും ബംഗ്ലാദേശി എല്ലാം എനിക്കറിയുന്ന എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് ഇവരെല്ലാം. കുറേ 100-200 കുട്ടികൾ നമുക്കുണ്ട്. ഈ കുട്ടികളുടെ പാരൻസ് എല്ലാം എനിക്കറിയുന്നതാണ്. അവർ പറയുന്നത് വി നീഡ് ഇന്ത്യൻ വാല്യൂസ്. ഒരു വർഷത്തിൽ ഒരു പുതിയ സ്കൂൾ എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ യാത്ര ഇന്ന് മിഡിൽ ഈസ്റ്റിൻ്റെ വിവിധ രാജ്യങ്ങളിൽ മൂല്യധന്യമായ വിദ്യാഭ്യാസത്തിന് മാതൃകയായിരിക്കുന്നു. ഭവൻ സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഓരോ വിദ്യാർത്ഥിയുടെയും മനസ്സിൽ മറവില്ലാത്ത ഐഡൻറ്റിറ്റിയാണ് ഭവൻസ്. ലോകത്തിൻ്റെ ഏത് കോണിലായാലും അവർക്ക് നൽകിയ വളർച്ചയും മൂല്യങ്ങളും അഭിമാനമായി അവരെ ഭവൻ സ്റ്റുഡൻസ് എന്ന പേരിൽ തിരിച്ചറിയുന്നു. അവിടെ നിന്നാണ് ഭവൻസിൻ്റെ യഥാർത്ഥ മഹത്വം ഉദ്ഭവിക്കുന്നത്. 2010 മുതൽ 15 വരെ എടുക്കുകയാണെങ്കിൽ കോവിഡിൻ്റെ കൊല്ലങ്ങൾ കഴിഞ്ഞാൽ നമ്മൾ ഓൾമോസ്റ്റ് എവറി ഇയർ ഒരു സ്കൂൾ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം 2010 വരെ ഞാൻ സ്കൂളിൽ മാത്രമായിരുന്നില്ല ഫോക്കസ് ആയിരുന്നത്. ഐ ഹാഡ് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ഓൾസോ. സോ അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് വന്നു. 2010 എൻ്റെ മോൻ എൻ്റെ കൂടെ വന്നു. സോ ഹി വാസ് എ സപ്പോർട്ട് ഫോർ മീ. അത് കഴിഞ്ഞിട്ട് മോള് കൂടെ വന്നു. സോ ഐ ഹാഡ് ആക്ച്വലി ഫുൾ ബാക്കപ്പ്. അതുകൊണ്ട് വി സ്റ്റാർട്ടഡ് ബിൽഡിംഗ് അപ്പ് എവറി ഇയർ വൺ സ്കൂൾ. ഇപ്പോഴും അബുദാബിയിൽ പുതിയ ബിൽഡിംഗ് വരുന്നു, പുതിയ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അബുദാബി. അത് കഴിഞ്ഞാൽ ഉടനെ ആ ലൈനിൽ വേറെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ എവറി ഇയർ വിൽ ഹാവ് വൺ സ്കൂൾ വിൽ ബി കംപ്ലീറ്റിംഗ്. ഇപ്പോൾ നമ്മുടെ സ്കൂളിലെ കുട്ടികൾ എവിടെയായാലും ബഹ്റിനിലായാലും UAE പാരൻസ് പറയുന്നത് നമ്മുടെ കൾച്ചർ, സ്കൂളിലെ കുട്ടികൾക്ക് ദേ ഹാവ് ഡിഫറെൻറ്റ് കൾച്ചർ. അവർ ഏത് ഗ്രൂപ്പിൽ പോയാലും ഭവൻസിലെ കുട്ടികളെ വിൽ ബി ഓൾവേസ് ഐഡൻറ്റിഫൈഡ് ആസ് ദെയർ ഭവൻസ് ചിൽഡ്രൻ എന്നുള്ളത്. ഏത് ഗ്രൂപ്പിൽ പിള്ളേർ പോയാലും ഈ കുട്ടികളുടെ ഡിസിപ്ലിനോ അല്ലെങ്കിൽ ഈ കുട്ടികളുടെ ഇൻവോൾവ്മെൻറ്റോ കണ്ടു കഴിഞ്ഞാൽ മറ്റേ പാരൻസ് നമ്മുടെ പാരൻസിനെ ചോദിക്കുന്നത് കുട്ടികൾ ഭവൻസിലാണ് പഠിക്കണില്ലെന്നോ. അപ്പോൾ അങ്ങനത്തെ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് കുട്ടികളിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ ബിഗസ്റ്റ് സക്സസ് ഐ ക്യാൻ ക്ലെയിം. ഇത് കുട്ടികളുടെ ആസ്വാദന കാലം മാത്രമല്ല, നിർമ്മാണത്തിൻ്റെ സമയം കൂടിയാണ്. ലോകത്തെ നേരിടാനാകുന്ന മാനസികവും ശാരീരികവുമായ കരുത്ത് ഈ പ്രായത്തിൽ തന്നെയാണ് ഉണ്ടാകേണ്ടത്. അവരെ ലേസികളാകാൻ പ്രോത്സാഹനം നൽകുന്ന വിധത്തിൽ മാതാപിതാക്കൾ പെരുമാറരുത്. ഈ കാലഘട്ടത്തിൽ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാൻ അവർക്ക് പ്രചോദനം നൽകുക. അത് പരീക്ഷാഫലത്തിന് വേണ്ടിയല്ല, ജീവിതത്തിൻ്റെ ഭിത്തികൾ ഇപ്പോഴാണ് പണിയപ്പെടുന്നത്, അദ്ദേഹം പറഞ്ഞു. കുട്ടികൾ ഒരിക്കലും ലേസി ആയി പോകരുത്. ആ ലേസി ആവാനായിട്ട് പാരൻസ് ഒരിക്കലും എൻകറേജ് ചെയ്യരുത്. ഈ കുട്ടികളെന്ന് പറഞ്ഞാൽ ഒരു 20 വയസ്സ് വരെയും കുട്ടികൾക്ക് മാക്സിമം ദേ ക്യാൻ വർക്ക് ആൻഡ് ദേ ക്യാൻ ടേക്ക് എനി പ്രഷർ. ഇപ്പോൾ നമ്മൾ 2 പരീക്ഷ ഒരു ദിവസം വെച്ചാൽ പാരൻസ് അപ്പോൾ ഒന്ന് പറയുമോ കുട്ടികൾ അണ്ടർ പ്രഷർ, കുട്ടികൾക്ക് അതുണ്ട് ഇതുണ്ട്, ദേ കനോട്ട് ഡു ഇറ്റ്. ഞാൻ വൈ 2 പരീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 ക്ലാസ്സിൻ്റെ 20 മിനിറ്റ് 30 മിനിറ്റാണ് ഒരു പേപ്പർ കൊടുക്കുന്നത്. ആ പേപ്പറിന് കുട്ടിക്ക് പ്രഷർ എന്ന് പറഞ്ഞാൽ വൈ ഷുഡ് ബി എൻകറേജ് ദാറ്റ്? വി നോ ഹൗ മച്ച് ദേ ക്യാൻ ടേക്ക് ആൻഡ് ദേ ഹാവ് ടു ടേക്ക് ദ മാക്സിമം അപ് ടു ഏജ് 20. അവർക്ക് വേറെ ഒന്നും വറി ചെയ്യാനില്ല. അത് കുട്ടികളെ എൻകറേജ് ചെയ്യുക, അത് കുട്ടികളെ മനസ്സിലാക്കുക, അത് കുട്ടികളെ കൊണ്ട് പ്രഷർ എടുപ്പിക്കുക. എന്നാലേ കുട്ടികൾക്ക് അടുത്ത കാലങ്ങളിൽ ജീവിതത്തിലേക്ക് ഉള്ള പ്രഷർ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പറ്റില്ല അവർക്കത്. ഇറ്റ്സ് ഇമ്പോസിബിൾ. കാരണം ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ എന്തോരം പ്രഷർ എടുത്താലും ജീവിക്കാൻ പറ്റുള്ളൂ. ആ പ്രഷർ ഇപ്പോഴേ മുതൽ എടുത്ത് പഠിച്ചാൽ മാത്രമേ
ആ പ്രഷറിലേക്ക് അവർക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു വ്യക്തി മാറിയാൽ സമൂഹം മാറും. അതിൻ്റെ മികച്ച ഉദാഹരണമാണ് രാമചന്ദ്ര മേനോൻ. പ്രവാസ മേഖലയിൽ ഒരു ദൂതനായ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഇന്ത്യൻ സമൂഹത്തിനും ഭാവി തലമുറയ്ക്കും താങ്ങായിത്തീരുന്നു. ലക്ഷക്കണക്കിന് കുട്ടികൾക്ക് ഭാവി സൃഷ്ടിച്ച മഹത്തായ പ്രതീകം. ദിസ് ഈസ് നോട്ട് ജസ്റ്റ് എ കരിയർ, ഇറ്റ്സ് എ ലെഗസി. ഇൻഗാസ് കുവൈറ്റ് ഘടകം അംഗത്വ വിതരണം ആരംഭിച്ചു. കൂടുതൽ പ്രവാസികളെ സംഘടനയുടെ ഭാഗമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ അംഗത്വ വിതരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത്. രാജീവ് നടുവിലെ മുറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സാംസ്കാരിക പ്രവർത്തകൻ ബാബുജി ബത്തേരി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഇൻഗാസ് കുവൈറ്റിന്റെ ആദ്യ അംഗത്വം കൺവീനർ ബാബു പനമ്പള്ളിയിൽ നിന്നും പൊതുപ്രവർത്തകൻ സണ്ണി പത്തിച്ചിറ സ്വീകരിച്ചു. വരുന്ന 3 മാസങ്ങൾക്കുള്ളിൽ കൂടുതൽ പേരെ അംഗങ്ങളാക്കി മുന്നോട്ടു പോകുമെന്ന് കൺവീനർമാർ യോഗത്തിൽ അറിയിച്ചു. അനൂപ് സോമൻ, ഷെറിൻ മാത്യു കൊട്ടാരം, കുര്യൻ തോമസ് പൈനുമൂട്ടിൽ, ബാബു പനമ്പള്ളി, ജെറി ജോൺ, ദീപക് പണിക്കർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. കൺവീനർ തോമസ് പള്ളിക്കൽ സ്വാഗതവും മാത്യു ചെന്നിത്തല നന്ദിയും രേഖപ്പെടുത്തി. മലയാളീസ് അസോസിയേഷൻ ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ BDK കുവൈറ്റ് ചാപ്റ്ററുമായി സഹകരിച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. മനോജ് മാവേലിക്കര ഉദ്ഘാടനം ചെയ്ത ക്യാമ്പിൽ പ്രസിഡന്റ് ബിജു ബാവൽസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രജികുമാർ സ്വാഗതവും ട്രഷറർ സൂസൻ ജോസ് നന്ദിയും പറഞ്ഞു. രക്തദാതാക്കൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. ഗ്ലോബൽ കേരള പ്രവാസി അസോസിയേഷൻ മരുഭൂമി പ്രദേശത്തെ തൊഴിലാളികൾക്ക് ശീതകാല വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. GKPA കുവൈറ്റ് ചാപ്റ്ററിൻ്റെ വാർഷിക സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കബ്ദ് ഫാം പ്രദേശത്തെ തൊഴിലാളികൾക്ക് വസ്ത്രങ്ങൾ വിതരണം ചെയ്തത്. കടുത്ത ശീതകാല സാഹചര്യത്തിൽ തൊഴിലാളികൾക്ക് ആശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്നേഹ സംരംഭം സംഘടിപ്പിച്ചത്. തൊഴിലാളികൾക്ക് കമ്പിളി വസ്ത്രങ്ങളും മറ്റ് അവശ്യ വസ്തുക്കളുമാണ് നൽകിയത്. GKPA ഗ്ലോബൽ ചെയർമാൻ മുബാറക് അമ്രത് പരിപാടികൾക്ക് നേതൃത്വം നൽകി. കുവൈറ്റ് ചാപ്റ്റർ പ്രസിഡന്റ് ജസ്റ്റിൻ ബി ജോസ്, സെക്രട്ടറി ബിനു യോഹന്നാൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വനിതാ വിംഗ് ചെയർപേഴ്സൺ അമ്പിളി നാരായണൻ, സെക്രട്ടറി റസിയത് ബീവി എന്നിവരും പങ്കെടുത്തിരുന്നു. സമൂഹത്തിലെ ആവശ്യക്കാർക്ക് കൈത്താങ്ങാകുക ഇത്തരം കൂടുതൽ അർത്ഥവത്തായ പ്രവർത്തനങ്ങൾ ഭാവിയിലും തുടരുമെന്ന് സംഘാടകർ അറിയിച്ചു. BJPയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിജയം കുവൈറ്റിൽ ആഘോഷിച്ച് ഭാരതീയ പ്രവാസി പരിഷത്ത്. BJPയുടെ ചരിത്രപരമായ നേട്ടത്തിൽ അഭിമാനം പ്രകടിപ്പിച്ചും കേരളത്തിൽ പാർട്ടിയുടെ അടിത്തറ ശക്തമാക്കിയതിലുമുള്ള സന്തോഷം പങ്കുവച്ചുമാണ് പ്രവർത്തകർ ഒത്തുചേർന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞത് കേരളത്തിലെ BJPയുടെ വളർച്ചയുടെ സൂചനയാണെന്ന് യോഗം വിലയിരുത്തി. BJPയുടെ വിജയത്തിന് ചുക്കാൻ പിടിച്ച സംസ്ഥാന നേതാക്കളെയും താഴെത്തട്ടിൽ പ്രവർത്തിച്ച അണികളെയും അനുമോദിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ ചടങ്ങിലുണ്ടായി. BJP സംസ്ഥാന പ്രവാസി സെൽ കൺവീനറും BPP ജനറൽ സെക്രട്ടറിയുമായ ഹരി ബാലരാമപുരം യോഗം ഉദ്ഘാടനം ചെയ്തു. ശിശുദിനത്തോടനുബന്ധിച്ച് കല ആർട്ട് കുവൈറ്റ് സംഘടിപ്പിച്ച നിറം 2025 ചിത്രരചനാ മത്സരത്തിലെ വിജയികളെ പ്രഖ്യാപിച്ചു. ഭാരതീയ വിദ്യാഭവൻ ഭവൻ സ്കൂളാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പിന് അർഹരായത്. 2ാം സ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ സാൽമിയും 3ാം സ്ഥാനം ഫാഹേൽ അൽബത്തരി ഇന്ത്യൻ പ്രൈവറ്റ് സ്കൂളും നേടി. വിജയികൾക്കുള്ള സമ്മാനദാനം 2026 ജനുവരി 30 വെള്ളിയാഴ്ച ഇന്ത്യൻ കമ്മ്യൂണിറ്റി സ്കൂൾ ഖൈത്താനിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിക്കുന്ന പൊതുചടങ്ങിൽ വിതരണം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF നേടിയ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ഇൻഗാസ് കുവൈറ്റ് മധുര വിതരണം നടത്തി. പരിപാടിയിൽ കൺവീനർ രാജീവ് നടുവിലെ മുറി വിജയത്തെ അഭിനന്ദിച്ച് സംസാരിച്ചു. കൺവീനർമാരായ തോമസ് പള്ളിക്കൽ, അനൂപ് സോമൻ, മാത്യു ചെന്നിത്തല, കുര്യൻ തോമസ് പൈനുമൂട്ടിൽ, ബാബു പനമ്പള്ളി എന്നിവരും വിജയത്തിൽ അഭിനന്ദനങ്ങൾ നേർന്ന് സംസാരിച്ചു. ഓവർസീസ് NCP കുവൈറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ NCPSP ദേശീയ അധ്യക്ഷൻ ശരത് പവാർ എംപിയുടെ ജന്മദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചു. ജോയിന്റ് സെക്രട്ടറി അശോകൻ തിരുവനന്തപുരം സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് ജീവ്സ് എരിഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം ബാബു ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ ബിജു സ്റ്റീഫൻ, വൈസ് പ്രസിഡന്റ് പ്രിൻസ് കൊല്ലപ്പള്ളിയിൽ, സാദിഖ് അലി എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ട്രഷറർ രവീന്ദ്രൻ നന്ദി പറഞ്ഞു. Once again, welcome to KQ Matters 2024, where knowledge reigns supreme. So who are going to be the winners? We have a tie. We have to break the tie. First, we will have a set of 5 questions asked to both Team A and B to break the tie. Question number 1. In the movie Gravity, the characters experience the effect of dash. Yeah, time is up. I think both of you have answered, both the teams have answered. Now we go to the second question. In the popular film
Gattaca, Gattaca, Gattaca. The characters genetically screened at birth to determine their susceptibility to diseases and what careers they would be suited to. What does the film's title, based on the letters G, A, T, and C, stand for? Time up. Now we go to question number 3. What is the sacred tree in Avatar movie called? In the movie Avatar, there is a sacred tree, T-R-E-E, tree. What is it called? Time up. We go to question number 4. In the movie Interstellar, the characters travel through a hypothetical tunnel-like structure called dash. Time up. We go to the last question of the round. The world's first integrated machine for manufacturing blood collection tubes, Husky Ichor, has been set up in which state of India? Name the state of India. Right. All 5 questions are over. Now we will check the answers written by both the teams, Team A and Team B. കുവൈറ്റ് ജനതൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.